എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 44 ശ്ലോകം 24, 25, 26, 27, 28, 29, 30, 31, 32, 33 10 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ആ ചാണൂരനെ ചുഴറ്റി എറിഞ്ഞ് വധിച്ചു ഭഗവാൻ. അതുപോലെ തന്നെ മുഷ്ടികനെ ഇതാ ബലരാമേട്ടനും വധിക്കണം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 24. തഥൈവ മുഷ്ടികപൂർവം സ്വമുഷ്ട്യാഭിഹതേന വൈ ബലഭദ്രേണ ബലിനാ തലേനാഭിഹതോ ഭൃശം. ചാണൂരനും ചത്തുവീണു. അതുപോലെ തന്നെ മുഷ്ടികൻ അവന്റെ കൈ ചുരുട്ടിപ്പിടിച്ച് ബലരാമനെ അടിച്ചു. ചാണൂരൻ ഭഗവാനെ അടിച്ചതുപോലെ തന്നെ മുഷ്ടികനും കൈ ചുരുട്ടിപ്പിടിച്ച് ബലരാമനെ അടിച്ചു. കൂട്ടന് ബലവാനായിട്ടുള്ള ബലഭദ്രനും, ഭഗവാന് നല്ല ബലവാനല്ലേ, ബലഭദ്രനും തന്റെ കൈത്തലം കൊണ്ട് മുഷ്ടികനെ അതിശക്തിയോടെ ഒരൊറ്റ അടി. പ്രവേപിത സരുധിരമുദ്വമൻ മുഖതോർദിത വ്യസുപപാതോർവ്യുപസ്ഥേ വാതാഹതൈവാംഘ്രിപ. ബലരാമന്റെ അടിയേറ്റിട്ട് പരവശനായ മുഷ്ടികൻ ആ മുഖത്ത് കൂടി രക്തം ഛർദ്ദിച്ചും കൊണ്ട് വായെന്നിങ്ങനെ രക്തം ഒഴുകാൻ തുടങ്ങി. കൊടുങ്കാറ്റേറ്റ വൃക്ഷം എന്ന പോലെ അങ്ങനെ പ്രാണൻ വേർപെട്ട് ഭൂമിയിലെ ചത്തുമലച്ചു വീണു. തതക്കൂടമനുപ്രാപ്തം രാമപ്രഹരതാം വര അവധിലീലയാ രാജൻ സാവജ്ഞം വാമമുഷ്ടിന. ഹേ രാജാവേ, ശ്രീ ശിവബ്രഹ്മർഷി പറയുന്നു, മുഷ്ടികൻ മരിച്ച ശേഷം കൂടൻ എന്ന മല്ലൻ ബലരാമന്റെ നേർക്ക് യുദ്ധത്തിന് വന്നു. യുദ്ധപരിജ്ഞാനമുള്ളവരിൽ വെച്ച് മഹാശ്രേഷ്ഠനായിരിക്കുന്ന രാമന് ഇവനെ അങ്ങനെ കൊല്ലണത് വളരെ അപമാനമായി തോന്നി. ഈ ഒരു കീടം പോലെ ഒരു വരണു. ഭഗവാൻ എന്ത്, ബലഭദ്രസ്വാമി ഇടത്തെ കൈയും മടക്കി അനായാസേന ഒരടി. അതോടുകൂടി അവന്റെ കഥ കഴിഞ്ഞു. തർഹ്യേവ ഹിശല കൃഷ്ണപദാപഹത ശീർഷക ദ്വിധാ വിദീർണത്തോശലക ഉഭാവപി നിപേതതു. അതുപോലെ തന്നെ ഉടനെ ശ്രീകൃഷ്ണന്റെ നേരെ ശലനും തോശലകനും എതിർത്തു. ഭഗവാൻ ശലന്റെ ശിരസിൽ തന്റെ കാലോണ്ട് ഒന്ന് ചവിട്ടി പതുക്കെ. ഉടനെ തല പൊട്ടി തകർന്നു. തോശലകന്റെ ഒരു കാലിൽ ചവിട്ടി മറ്റേ കാല് പിടിച്ചു വലിച്ച് രണ്ടായി അങ്ങോട്ട് പിളർത്തിയിട്ടു. ഇങ്ങനെ അവര് രണ്ടുപേരും ഭൂമിയില് ചത്തു വീണു. ചാണൂരേ മുഷ്ടികേ കൂടേ ശലേ തോശലകേ ഹതേ ശേഷാ പ്രതുദ്രൂർമല്ല സർവേ പ്രാണപരീപ്സവ. ചാണൂരാദികളായ പ്രധാന മല്ലന്മാര് ഇങ്ങനെ ചത്തു വീണപ്പോ ബാക്കിയുള്ള മല്ലന്മാർക്ക് മനസ്സിലായി. അവര് പേടിച്ച് തങ്ങളുടെ പ്രാണം കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് പേടിച്ച് കഴിവുള്ളിടത്തോളം വേഗത്തോടെ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു എല്ലാവരും. എങ്ങനെയെങ്കിലും ജീവൻ തിരിച്ചു കിട്ടിയാൽ മതി. ഗോപാൻ വയസ്യാനാകൃഷ്യ തൈ സംസൃജ്യ വിജഹ്രതു ബാധ്യമാനേഷു ദൂരേഷു വൽഗന്തൗ രുതനൂപുരൗ. മല്ലന്മാരെല്ലാം ഓടി. അപ്പൊ യുദ്ധം ചെയ്യാൻ ആളില്ലാതെയായി. പക്ഷെ വാദ്യങ്ങൾ ഇങ്ങനെ യുദ്ധപ്രോത്സാഹന സൂചിപ്പിക്കുന്ന വാദ്യാദികൾ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് യുദ്ധം കണ്ടു മതിയായില്ല. അവിടെ എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. ആ രസമായിട്ട് ഈ കുട്ടികളെ വിഷമിച്ചിരിക്കായിരുന്നല്ലോ എല്ലാവരും. കൊച്ചു കുട്ടികളല്ലേ. ഇത് കണ്ട് ആ കൊച്ചു കുട്ടികൾ കൃഷ്ണനും രാമനും വലിയ ഭയങ്കര മല്ലന്മാരായിട്ട് എറിയണ കണ്ടു. അവർക്ക് നല്ല രസമായി. എല്ലാവരും കൈയടിച്ച് ഉറക്കെ കൈയടിച്ചുകൊണ്ട് രസിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴല്ലേ പെട്ടെന്ന് ആരുമില്ല യുദ്ധം ചെയ്യാൻ. ഇതാണ് ഈ വാദ്യങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഭഗവാൻ എന്ത് ചെയ്തു? രാമകൃഷ്ണന്മാര് അവരുടെ സ്നേഹിതന്മാരായിട്ടുള്ള ഗോപന്മാരെ കൈപിടിച്ചു വലിച്ചു. എല്ലാവരും വരും, എല്ലാവരും രസമായിട്ടിരിക്കുക. ഭഗവാൻ ഒന്ന് അങ്ങോട്ട് വിളിച്ചതോടുകൂടി എല്ലാവരും ഓടി വന്നു. അങ്ങനെ എല്ലാവരും രംഗത്തിൽ വന്ന് അവര് അവിടെ വൃന്ദാവനത്തിൽ കളിക്കണ മല്ലയുദ്ധം. എല്ലാവരും പിടിക്കുക, വലിക്കുക, ചാടുക, ഓടുക, ആലിംഗനം ചെയ്യുക. ഇങ്ങനെ അവരുടെ രസമായിട്ടുള്ള കളികള് ആ രംഗമധ്യത്തിൽ ഇവരങ്ങോട്ട് കളിക്കാൻ തുടങ്ങി.
ജനങ്ങൾക്കുണ്ടല്ലോ നല്ല രസായി. ജനാ പ്രജുഹൃഷു സർവേ കർമ്മണാ രാമകൃഷ്ണയോ ഹൃദേ കംസം വിപ്രമുഖ്യ സാധവ സാധു സാധ്വിതി. കംസൻ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും എല്ലാവരും ബ്രാഹ്മണരും സാധുജനങ്ങളും എല്ലാവർക്കും നല്ല രസം. ആഹാ, രാമകൃഷ്ണന്മാര് ചെയ്ത യുദ്ധം കണ്ട് അവരൊക്കെ എല്ലാവർക്കും പരമസന്തുഷ്ടരായിട്ട് അങ്ങനെ നല്ല രസം നല്ല രസം എന്ന് പറഞ്ഞിട്ട് നന്നായി നന്നായി എന്ന് പറഞ്ഞിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞ് കൈയടിച്ചുകൊണ്ട്, കൈയടി നിർത്തണില്ല, അങ്ങനെ കൈയടിച്ചുകൊണ്ടിരുന്നു അവരെല്ലാവരും കംസൻ ഒഴിച്ച്. ഹതേഷു മല്ലവര്യേഷു വിദ്രുതേഷു ച ഭോജരാട് നിവാരയൽ സ്വതൂര്യാണി വാക്യം ചേതമുവാചഹ. പ്രധാന മല്ലന്മാരെയൊക്കെ രാമകൃഷ്ണന്മാര് വധിച്ചു, ബാക്കിയുണ്ടായിരുന്നവര് ജീവനും കൊണ്ട് ഓടുകയും ചെയ്തു. ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ കംസന്റെ കൽപ്പനയിലാണ് ഇത് വാദ്യങ്ങളൊക്കെ മുഴക്കിക്കൊണ്ടിരിക്കണത്. നിർത്ത് എന്ന് പറഞ്ഞു, വാദ്യങ്ങളൊക്കെ നിർത്താൻ പറഞ്ഞു. തന്റെ വാദ്യങ്ങൾ മാത്രല്ലേ മുടക്കാൻ പറ്റുള്ളൂ, അവിടെ ദേവന്മാര് വാദ്യങ്ങൾ മുഴക്കുന്നുണ്ട്. ആകാശത്തില് ദേവന്മാര് മുഴക്കണ വാദ്യങ്ങൾ മുടക്കാൻ കംസന് പറ്റുമോ? ഇല്ല, അത് പക്ഷെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിസ്സാരയത ദുർവൃത്തോ വസുദേവാത്മജോ പുരാൽ ധനം ഹരത ഗോപാനാം നന്ദം ബധ്നീത ദുർമതിം. കംസൻ ഇങ്ങനെ ഉറക്ക വിളിച്ചു പറയാ, ദേഷ്യം വന്നിട്ടേ. ദുർവൃത്തന്മാരും വസുദേവപുത്രന്മാരുമായ രാമകൃഷ്ണന്മാര് നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് ഓടുകയും പിടിച്ചു കേട്ടവരെ ഓടിക്കുകയും എല്ലാവരെയും അവർക്ക് കാട്ടിൽ പോയിട്ട് താമസിക്കാനാ ഇഷ്ടം. ആ കാട്ടിലേക്ക് തന്നെ പറഞ്ഞു വയ്ക്കും അവരെ, ഇവിടെ വേണ്ട. ആ ഗോപന്മാരുടെ ധനമെല്ലാം അപഹരിക്കും. എന്നിട്ട് പറഞ്ഞു വയ്ക്കും, ദുർബുദ്ധിയായ നന്ദനെ പിടിച്ചു കെട്ട്, എല്ലാവരും കൂടി ആ നന്ദനെ പിടിച്ചു കെട്ടു എന്നൊക്കെ അങ്ങോട്ട് എന്തൊക്കെയോ വായിൽ തോന്നിയതൊക്കെ അങ്ങനെ വിളിച്ചു പറയും. വസുദേവസ്തു ദുർമേധ ഹന്യതാം ആശ്വസത്തമാ ഉഗ്രസേന പിതാചാപി സാനുക പരപക്ഷക. കപടമായിട്ട് പുത്രന്മാർ ഇത്ര കാലം പരിപാലിച്ച ദുർബുദ്ധിയായ വസുദേവനുണ്ടല്ലോ, ശത്രുപക്ഷത്ത് ചേർന്ന് നമുക്ക് വിരോധം പ്രവർത്തിക്കുന്ന ആ ഉഗ്രസേനനെയും മറ്റു ഭൃത്യവർഗങ്ങളോടുകൂടി ഹനിക്കുവിൻ. ആ വസുദേവരെയും ആ ഉഗ്രസേനയും വധിക്കുവിൻ. ആ വസുദേവന്റെ കൂടെ ചേർന്ന് എന്നെ പറ്റിക്കായിരുന്നില്ലേ ഇവരെല്ലാരും കൂടി. എന്റെ പിതാവാണെന്നുള്ള വിചാരമൊന്നും ഉഗ്രസേനെ കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടാവേണ്ട. വധിക്കൂ രണ്ടുപേരെയും, ഏറ്റവും അസുത്തുക്കളാണ് ഇവര്. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഉറക്ക വിളിച്ചു പറയാൻ തുടങ്ങി. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.